ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ടോ വന്നിട്ടുള്ളത്. ഇന്നിപ്പോൾ വീട്ടിൽ ആരുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. കറി രാവിലെ വെച്ച കടലക്കറി ഉണ്ട്, പിന്നെ ഒരു കഷ്ണം ചിക്കൻ പൊരിച്ചതുണ്ട്, പിന്നെ ഒരു ഇല. ആ ഇലേൻ്റെ പേര് എനിക്കറിയില്ല, ചീരയല്ല, അത് താളിച്ചതും പിന്നെ അച്ചാർ, മുളക് സുർക്കയിലിട്ടത് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മച്ചീനെ കുറച്ച് പണികളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, അത് ചെയ്യാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, ഞങ്ങളിവിടെ കൂണ് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ വെയിലല്ലേ, അപ്പോൾ അതുകൊണ്ട് അവിടെ ഇങ്ങനെ തണുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ടെറസിൻ്റെ അത് കൃഷി ചെയ്യുന്ന ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ചാക്ക് വെച്ചിട്ട് അതിലിങ്ങനെ വെള്ളം നനച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുക. രാവിലെ ഉമ്മച്ചി ഒരു വട്ടം നനച്ച് കൊടുത്തതാണ്. അപ്പം നല്ല വെയിലായതുകൊണ്ട് അത് പെട്ടെന്ന് ഉണങ്ങും. അപ്പോൾ ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ചയാകുമ്പോൾ ഒന്നും കൂടി നനച്ച് കൊടുക്കണം. ഇതാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. ഇന്ന് രാവിലെ ഉമ്മച്ചി വന്നിട്ട് ഇതിന്ന് കുറച്ച് പറിച്ചെടുത്ത് കൊണ്ടുപോയിനു കേട്ടോ. ഇപ്പോൾ അതുകൊണ്ട് ഒന്നും വിരിഞ്ഞിട്ടില്ല. ഇതാണ് കേട്ടോ ആ സ്ഥലം. ഇതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല, ഇതിൻ്റെയൊക്കെ ആൾ ഉമ്മച്ചിയാണ്. ഇനിയിപ്പോൾ കോഴീൻ്റെ മുട്ട എടുക്കാൻ വേണ്ടി പോകണം. അത് കണ്ടോ, ആ കപ്പ് ഞാൻ നേരത്തെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് തെറിച്ച് പോയതാണ്. ഇതാണ് കേട്ടോ ഞങ്ങളെ കോഴിക്കോട്. കോഴികൾ ഞാൻ വന്നപ്പോൾ എല്ലാവരും കൂടി വാതിലിൻ്റെ അടുത്തേക്കൽ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. എനിക്കാണെങ്കിൽ പേടിയായി, ഞാൻ തുറക്കുമ്പോൾ എങ്ങാനും എല്ലാവരും കൂടി ഓടുമോയെന്ന് വിചാരിച്ചിട്ട്. കോഴിയാണെങ്കിൽ മുട്ട ഇട്ട് കഴിഞ്ഞാൽ അവരത് അപ്പം തന്നെ കൊത്തി കുടിക്കുകയാണ്. അതുകൊണ്ടാണ് കേട്ടോ അവരെ കഴുത്തിൽ അങ്ങനെ ഇതിട്ട് കൊടുത്തിട്ടുള്ളത്. ഇപ്പം ഇങ്ങനെ ഒരാൾ ഇരിക്കുന്നത് കൊണ്ട് വലിയ ശല്യമില്ല, പക്ഷെ ഇപ്പോൾ നല്ല വെയിലായതുകൊണ്ട് ഞങ്ങൾ ചൂടല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നു ഉമ്മച്ചി അടയിരുത്തലില്ല, അപ്പം മുട്ട എടുക്കുക ചെയ്യുക. ഡെയിലി 4-6 മുട്ടയൊക്കെ ചില ദിവസങ്ങളിലൊക്കെ കിട്ടലുണ്ടെന്ന് തോന്നുന്നു. എനിക്കറിയില്ല, എനിക്കതിനെപ്പറ്റി വലിയ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. ഇതിപ്പോൾ കൂണ് ഉമ്മച്ചി പറിച്ച് വെച്ചതാണ് കേട്ടോ, ഇന്ന് രാവിലെ വെച്ചതേന്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇന്നലെ രാത്രി ഞങ്ങളെ വീട്ടിൽ പായസം വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊരു ഗ്ലാസ് കുടിച്ചേക്കാമെന്ന് വിചാരിച്ച് അതും കുടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ നന്നായിട്ട് പോയി കിടന്നുറങ്ങി. പിന്നെ വൈകുന്നേരമാണ് കേട്ടോ എണീറ്റത്. വൈകുന്നേരം കുറച്ച് പണിയൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ എഴുന്നേറ്റപ്പോൾ നേരം വൈകിയതുകൊണ്ട് എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. വേറെ ഒന്നുമല്ല, മുറ്റത്ത് കുറച്ച് കാടൊക്കെ ഇങ്ങനെ, കാട് മീൻസ് ഇങ്ങനെ പുല്ല് വളർന്നൊക്കെ ഉണ്ടായിരുന്നു. അത് എന്തായാലും വെയിൽ മാറിയിട്ട് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ നടന്നില്ല. പിന്നെ ഞാൻ ചിപ്സൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ചു. പിന്നെ കുറച്ച് ഡ്രസ്സൊക്കെ അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു, ഉണങ്ങാനിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഉണങ്ങിയപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ഉമ്മച്ചി വന്നു കേട്ടോ. പിന്നെ ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും കിടന്നുറങ്ങിയത് കൊണ്ട് പിന്നെ വേഗം സമയം പോയി. പിന്നെ ഉമ്മച്ചി വൈകുന്നേരം വന്നപ്പോൾ ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേഗം ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ അറിയാതെ എൻ്റെ കയ്യിൽ നിന്ന് ഉലുവ കരിഞ്ഞു പോയി ഗൈസ്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ക്യാമറ ഒന്നും എടുത്തൊക്കെ ഉണ്ട്, അത് സ്വന്തം വീടല്ല, ഇവിടെയും കുഴപ്പമുണ്ടായിട്ടല്ല, എന്നാലും വെറുതെ പറയിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം ക്യാമറയൊക്കെ എടുത്ത് വെച്ചു കേട്ടോ. ഞാൻ നല്ല കുട്ടിയായി വേഗം ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി. പിന്നെ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞ് എല്ലാം വൃത്തിയാക്കിയിട്ടിട്ട് ഞാൻ അവിടുന്ന് പോന്നു. ചിക്കൻ എന്താ പറയുക, മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്, ഞങ്ങൾ കഴിക്കാനാവുമ്പോൾ പൊരിക്കും. പിന്നെ ഒരു മുസമ്പി ഉണ്ട്, ഞാൻ അതും എടുത്ത് തിന്ന് പോന്നു. പിന്നെ അപ്പോഴേക്കും നിസ്കരിക്കാനൊക്കെ ആയി. അത് കഴിഞ്ഞ് പിന്നെ ഉച്ചക്കല്ല, നേരത്തെ എടുത്ത ഡ്രസ്സൊക്കെ മടക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.